അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഞാനിന്ന് നിങ്ങളെ മുന്നിൽ പറയുന്നത് എൻ്റെ പിതാവ് അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ഉപ്പ, പിതാവ് പാലകത്ത് കോമു മുസ്ലിയാർ. അവരുടെ വഫാത്തായിട്ട് അവർ മരണപ്പെട്ടിട്ട് 34-ാമത്തെ ആണ്ടിൻ്റെ മാസമാണ് ഈ മുഹറം. 1992-ലാണ് പിതാവ് കോമു മുസ്ലിയാർ മരണപ്പെടുന്നത്. ഒരു മുഹറം മാസത്തിലാണ് അവിടുത്തെ മരണം. അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യവും ആത്മീയമായ ഉയർച്ചയ്ക്ക് കാരണവും തൻ്റെ പിതാവാണ്. രണ്ടത്താണിക്കടുത്ത് അച്ചിപ്പുറ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. രണ്ടത്താണിയിൽ നിന്നും താഴേക്ക് ഇറങ്ങി ഒരു 2-2.5 കിലോമീറ്റർ വളർന്നാൽ കുളമ്പ് എന്ന് പറയുന്ന സ്ഥലം, ഒരു പാട വക്കത്ത് നല്ല വെള്ളത്തിൻ്റെ അരുവികളും ചെറിയ ചെറിയ കുളങ്ങളും ഒരു നിസ്കാര പള്ളിയൊക്കെ ഉള്ള മനോഹരമായൊരു സ്ഥലമാണ് കുളമ്പ്. അവിടെയാണ് അത്തിപ്പറ്റ ഉസ്താദിൻ്റെ തറവാട് വീട്. അവിടെയാണ് ഉസ്താദിൻ്റെ പിതാവ് കോമു മുസ്ലിയാർ താമസിച്ചിരുന്നത്. കോമു മുസ്ലിയാർ നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. പഴയ കാലത്ത് 8ാം ക്ലാസ് സ്കൂൾ പാസ്സായിട്ട്, അന്ന് 8ാം ക്ലാസ് സ്കൂൾ പാസ്സായാൽ അധ്യാപകനാകും സ്കൂളിൽ. അങ്ങനെ കല്ലാർമംഗലം സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്തിരുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട വല്യപ്പാക്കൊരു ഉൾവിളി, അല്ലെങ്കിൽ ഒരു തോന്നൽ, ഇതല്ല എൻ്റെ മേഖല, ഞാൻ ഇത് രാജിവെച്ച് പള്ളി ദർസിലേക്ക് തന്നെ പോയി പള്ളിയുമായി സേവനം ചെയ്ത് ദർസ് രംഗത്തേക്ക് മാറണമെന്ന്. അങ്ങനെയാണ് പിന്നീട് കോമു മുസ്ലിയാർ ഖത്തീബായും അതുപോലെ ദർസ് നടത്തുകയൊക്കെ ചെയ്തത്. വലിയ ചിന്തകനും നല്ല ഒരു ചികിത്സാരിയുമായിരുന്നു. പിതാവിൽ നിന്ന് കിട്ടിയ ചികിത്സ, അല്ലെങ്കിൽ അവരുടെ ഉപ്പയിൽ നിന്ന് കിട്ടിയ ചികിത്സകളൊക്കെ നടത്തിയിരുന്നു. ആത്മീയമായ ചികിത്സയും നടത്തിയിരുന്നു. വീട്ടിലെപ്പോഴും മുസ്ലിങ്ങളും അല്ലാത്തവരും എല്ലാ വിഭാഗം ആളുകളും ആശ്രയിച്ചിരുന്നത് ഉപ്പയാണ്, വല്ലിപ്പയാണ്. വല്ലിപ്പയുടെ ഒരുപാട് സ്വഭാവ ഗുണങ്ങൾ പറയാൻ കഴിയും. അത്തിപ്പറ്റ ഉസ്താദിൽ കാണുന്ന ഒരുപാട് സ്വഭാവ ഗുണങ്ങൾ. ഒന്ന്, അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ഒരു ഏറ്റവും വലിയ സ്വഭാവ ഗുണം ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. അത് കോമു മുസ്ലിയാർക്കുണ്ട്, വല്ലിപ്പാക്കുണ്ട്, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം എന്നുള്ളത്. ആരെ കണ്ടാലും ഭക്ഷണം വാങ്ങിക്കൊടുക്കും. ഹോട്ടലിൽ നിന്നൊക്കെ, രണ്ടത്താണിയിൽ നിന്നോ കോട്ടക്കലിൽ നിന്നൊക്കെ പരിചയക്കാരെയോ അല്ലെങ്കിൽ ഞങ്ങൾ പേരമക്കളെയൊക്കെ കണ്ടാൽ ഹോട്ടലിൽ കൊണ്ടുപോയി ഭക്ഷണം കഴിപ്പിച്ചിട്ടേ വിടുള്ളൂ. വീട്ടിൽ ആരെങ്കിലും വന്നാലും അതുതന്നെയായിരുന്നു അവസ്ഥ. ഞങ്ങൾ അച്ചിപ്പുറയിലായിരുന്നു ആദ്യം താമസിച്ചിരുന്നത്, ഞങ്ങളെ തറവാട് വീട്. പിന്നീടാണ് ഞങ്ങൾ വളാഞ്ചേരിക്കടുത്ത് അത്തിപ്പറ്റയിലേക്ക് താമസം മാറുന്നത്. അവിടെ മാറിയപ്പോഴും അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ഉപ്പ അഥവാ ഞങ്ങളെ വല്യപ്പ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും അത്തിപ്പറ്റ ഞങ്ങളെ വീട്ടിൽ വരും. വന്ന് അവിടുന്ന് കഞ്ഞി കുടിച്ച് വിശേഷങ്ങളൊക്കെ അറിഞ്ഞ ശേഷം അച്ചിപ്പുറയിലേക്ക് തന്നെ തിരിച്ചു പോകും. വലിയ ഒരു സ്നേഹമായിരുന്നു. അത്തിപ്പറ്റ ഉസ്താദിനും അങ്ങനെ തന്നെയായിരുന്നു, വലിയ സ്നേഹമായിരുന്നു. ഉപ്പാക്ക് അങ്ങോട്ടും രണ്ടുപേരും പരസ്പരം ഭയങ്കര സ്നേഹമായിരുന്നു. ഒരു ദിവസം ഉപ്പ കുറെ താമസിച്ച് രാത്രി വീട്ടിലേക്ക് വന്നപ്പോൾ വല്ലിപ്പാനെ ഉണർത്താതെ അടുക്കള ഭാഗത്ത് കൂടെ കയറി വന്നു. അറിയാതെ വാതിലിൽ മുട്ടാതെ ഉറക്കിന് ഭംഗം വരണ്ട എന്ന് കരുതിയിട്ട്. അപ്പോഴാണ് ഞങ്ങളെ മാമ വന്നിട്ട് പറഞ്ഞു, വാപ്പ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല, നിന്നെ കാത്തിരിക്കുകയാണ്, നീ വന്നിട്ടേ ഭക്ഷണം കഴിക്കുന്നുള്ളൂ എന്ന്.
അപ്പം അത്രയും ആ മകനോടുള്ളൊരു ഇഷ്ടമുണ്ടായിരുന്നു. തിരിച്ചിങ്ങോട്ടും അങ്ങനെ തന്നെയായിരുന്നു. അത്തിപ്പറ്റ ഉസ്താദ് ഗൾഫിലായിരിക്കുമ്പോൾ ഞങ്ങൾ അത്തിപ്പറ്റയിലേക്ക് താമസം മാറ്റിയിട്ടുണ്ട്. എന്നാലും നാട്ടിലേക്ക് വരുമ്പോൾ ആദ്യം വരിക അച്ചിപ്പുറ വാപ്പാൻ്റെ അടുത്താണ്, വല്യപ്പാൻ്റെ അടുത്ത്. അവിടെ വന്ന് വല്യപ്പയുടെ സമ്മതം കിട്ടിയിട്ടേ അത്തിപ്പറ്റയിലേക്ക് വരികയുള്ളൂ. ഗൾഫിലേക്ക് തിരിച്ചു പോകുമ്പോഴും അച്ചിപ്പുറ വന്ന് വല്യപ്പയെ കണ്ടിട്ടേ ഗൾഫിലേക്ക് തിരിച്ചു പോകാറുള്ളൂ. ഒരു ചെറിയൊരു അനുഭവം പറയാം. എൻ്റെ സഹോദരി ആത്തിക്ക, അവൾക്ക് കല്യാണ അന്വേഷണം വന്നു. ഒരു നല്ല കുടുംബത്തിന് നല്ല അന്വേഷണം വന്നു. അവർ വന്നു, സഹോദരിയെ കണ്ടു, അവർക്ക് ഇഷ്ടപ്പെട്ടു, അവരെ കുടുംബത്തിന് ഇഷ്ടപ്പെട്ടു. അന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഒരു വാച്ച് കിട്ടും. ഇന്നത്തെ പോലെ മിഠായി കൊടുക്കലല്ല, വാച്ച് കിട്ടും. അങ്ങനെ അവർ എൻ്റെ സഹോദരി ആത്തിക്കാക്ക് വാച്ച് കെട്ടിപ്പോയി. അന്ന് അത്തിപ്പറ്റ ഉസ്താദ് ഗൾഫിലാണ്. അങ്ങനെ വല്യപ്പ അത്തിപ്പറ്റ ഉസ്താദിന് മകനൊരു കത്തെഴുതി, ആത്തിക്കാക്ക് ഒരു കല്യാണം വന്നിട്ടുണ്ടെന്നും ഇന്ന ഭാഗത്ത് നിന്നാണെന്നും ഇന്ന കുടുംബമാണെന്നും എല്ലാം വെച്ച് അവർ വാച്ച് കെട്ടിയ വിവരങ്ങളൊക്കെ. ഇതെന്നോട് പറയുന്നത് എൻ്റെ ഉപ്പ അത്തിപ്പറ്റ ഉസ്താദിനെ കേട്ടോ. തിരുവനന്തപുരത്ത് RCCയിൽ ക്യാൻസർ രോഗമായിട്ട് കിടക്കുമ്പോൾ റേഡിയേഷന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്, ഞാനും ഉപ്പയും. അപ്പോഴാണ് ഉപ്പ എന്നോട് ഈ സംഭവം ഇങ്ങനെ പറയുന്നത്, ആത്തിക്കാക്ക് കല്യാണം വന്ന കഥകളൊക്കെ. എന്നിട്ട് എന്നോട് പറഞ്ഞത്, വാപ്പയുടെ കത്ത് വന്നു, കല്യാണം ശരിയായിട്ടുണ്ടെന്ന്. ഞാൻ ആ കത്ത് പലതവണ ആവർത്തിച്ച് വായിച്ചു. എന്നോട് പറയാം, പലവട്ടം ഞാൻ ആ കത്ത് വായിച്ചു. പക്ഷെ ഞാൻ ആ കത്ത് എങ്ങനെ വായിച്ചാലും എനിക്കതിൽ വാപ്പാക്ക കല്യാണം ഇഷ്ടപ്പെട്ടു എന്ന് കാണുന്നില്ല. വാപ്പാക്ക കല്യാണം ഇഷ്ടപ്പെട്ടു എന്ന കത്തിൽ കാണാത്തതുകൊണ്ട് എന്നോട് പറഞ്ഞു, ഞാൻ ആ കത്തിന് മറുപടി തിരിച്ചയച്ചു, വാപ്പാക്ക് ഇഷ്ടപ്പെട്ടൊരു കല്യാണം നടത്തുക, ഇത് വേണമെന്നും വേണ്ട എന്നും പറഞ്ഞില്ല. ആ കത്ത് കിട്ടിയപ്പോൾ വല്യപ്പ ആ വീട്ടുകാരുമായി, അതായത് കല്യാണത്തിൽ ഇടനിലക്കാരനായ ആളെ വിളിച്ച് ആ വാച്ച് അഴിച്ച് തിരിച്ചു കൊടുത്തയച്ചു. ആ കല്യാണം വേണ്ടാന്ന് വെച്ചു. പിന്നെ രണ്ടാമതാണ് എൻ്റെ പെങ്ങൾക്ക് അതിരുമടയുള്ള CH മൊയ്തീൻകുട്ടി മുസ്ലിയാർ കല്യാണം കഴിച്ചൊക്കെ. ആ വാപ്പയുടെ ഒരു ഇഷ്ടമാണ് അന്ന് വല്യപ്പാക്ക്, അല്ല വാപ്പയുടെ ഇഷ്ടമാണ് ഉപ്പ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നൊരു കാര്യം. അതുപോലെ തന്നെ ഞങ്ങൾ പിന്നെ ഇബാദത്തിൻ്റെ കാര്യമാണെങ്കിൽ റമദാനിനൊക്കെ ഭയങ്കര ഖുർആൻ പാരായണ. ഒരു ദിവസം ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയാം, രാവിലെ ഇരുന്നിട്ട് ആ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു ഖത്തമ് തീർത്തു. വലിയ കറാമത്തിൻ്റെ ഉടമയായിരുന്നു. പ്രാർത്ഥനയ്ക്ക് വലിയ ഉത്തരവുണ്ടായിരുന്നു. ഒരു ദിവസം ഞങ്ങളെ വീട്ടിൽ, ഞങ്ങളന്ന് അച്ചപ്പുറയിലെ വീട് ഓല മേഞ്ഞ വീടാ, അതിങ്ങനെ പുല്ലിങ്ങനെ ഉണങ്ങി കിടക്കുന്ന വീടാണെന്ന്. ഒരു തീപ്പൊരി തട്ടിയാൽ അത് കത്തും. ആ സമയത്താണ് ഒരു ഇടി വെട്ടിയിട്ട്, ഇടിമിന്നലായിട്ട് വലിയൊരു തെങ്ങിന് തീ പിടിക്കുന്നത്. ആ തെങ്ങ് കത്തിയിട്ട് അതിൻ്റെ ആ തീപ്പൊരി ഞങ്ങളെ വീടും ഞങ്ങളെ അയൽവക്കത്തെ വീട്ടിലേക്ക് അത് ഒന്ന് വീണാൽ ആ 2-3 വീടുകൾ കത്തിച്ചാമ്പലാവും. ആ സമയത്ത് വല്യപ്പ പെട്ടെന്ന് അവിടെ നിന്ന് വുളൂ ചെയ്ത് ഞങ്ങളെ തൊട്ടടുത്തുള്ള ഒരു നിസ്കാര പള്ളിയുണ്ട്, ആ പള്ളിയിൽ പോയി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചായിരിക്കാം. വല്യപ്പ ആ പള്ളിയിൽ എത്രയും 5 മിനിറ്റ് കൊണ്ട് ശക്തമായ മഴ പെയ്ത് ആ തെങ്ങിൻ്റെ തീ കെട്ടത് നമ്മൾ കണ്ടൊരു അനുഭവമാണ്. അങ്ങനെ ഒരുപാട് പ്രാർത്ഥനയ്ക്ക് നല്ല ഉത്തരം കിട്ടിയിരുന്ന ഒരാൾ കൂടെയാണ് അത്തിപ്പറ്റ ഉസ്താദിൻ്റെ പിതാവ് കോമുസിയാർ. ഇന്ന് മറവ് ചെയ്ത് കിടക്കുന്നത് അച്ചിപ്പുറയിലുള്ള കല്ലാർമംഗലം ജുമാ മസ്ജിദ്. രണ്ടത്താണിയിൽ നിന്നും ആറ്റുപുറം വഴി വന്നാൽ കല്ലാർമംഗലം ജുമാ മസ്ജിദ് പള്ളി തൊടുവിലാണ് വല്യപ്പ കോമു മുസ്ലിയാരുടെ ഖബർ. അവരുടെ ആണ്ടിൻ്റെ 34ാമത്തെ ആണ്ടിൻ്റെ മാസമാണ് ഈ മുഹറം മാസം.
അതുകൊണ്ട് നിങ്ങളെല്ലാവരും വല്യപ്പാക്ക് വേണ്ടിയിട്ട്, മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. നമുക്കൊക്കെ അവരെ പോലെ ജീവിക്കാനൊക്കെ കഴിയണം. അവരൊക്കെ ഒരുപാട് ഇബാദത്തെടുത്തു, പാവങ്ങൾ ഒരുപാട് സഹായിച്ചു. എല്ലാവർക്കും ഒരു അത്താണിയായിരുന്നു. ഒരു ഹറാമിലേക്ക് നോക്കുകയോ കാണുകയോ ഒന്നുമില്ലാത്തൊരവസ്ഥ. വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഒരു കുട പിടിച്ച് തലതാഴ്ത്തി രണ്ടത്താണിയിലേക്ക് നടക്കും, എന്നും നടക്കും. ആ തല താഴ്ത്തി പിടിച്ച് കൈവിരൽ എങ്ങനെ അനക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ദിക്ർ ചൊല്ലി നടക്കുകയായിരിക്കാം. ആരെങ്കിലും ഒന്ന് സലാം പറഞ്ഞാലൊക്കെയാണ് ആരാ എന്ന് കാണുക. വഴിയിലേക്ക് ഇങ്ങനെ നോക്കി, ഇങ്ങനെ താഴേക്ക് നോക്കി ഇങ്ങനെ പോകും. അത്രയും സൂക്ഷ്മമായി ജീവിച്ച ഒരാളാണ് പാലകത്ത് മുസ്ലിയാർ. അച്ചുപുറയിലും രണ്ടത്താണിയിലൊക്കെ ഉള്ളവർക്ക് വലിയ ബഹുമാനവും സ്നേഹവുമായിരുന്നു. രണ്ടത്താണിയിലുള്ള ആരെ കണ്ടാലും, വല്യപ്പയെ കണ്ടാൽ ഉടനെ അവിടുന്ന് എണീറ്റുന്ന് വലിയ ബഹുമാനം കൊടുക്കും. അത്രയും വലിയൊരു ആബിദും ഒരു സൂഫിയും ഒരു വലിയ മാതൃകാ പുരുഷനുമായിരുന്നു പാലകത്ത് മുസ്ലിയാർ. അള്ളാഹു അവരുടെയൊക്കെ കൂടെ സ്വർഗത്തിൽ നമുക്കും കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അവരെപ്പോലെ ജീവിക്കാൻ, ദീനി രംഗത്തൊക്കെ അവരെപ്പോലെ ശോഭിക്കാൻ നമുക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ.